നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്തു നിന്നുള്ള ഒരു എഡിറ്റോറിയലിൻ്റെ അനാലിസിസ് ആണ്. സോ ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മോണിമെൻ്റൽ ഹറി ഓൺ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലുള്ള നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. സോ ആ ഒരു പ്രോജക്റ്റിൻ്റെ ബേസിസിലുള്ള ഒരു എഡിറ്റോറിയലാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എഡിറ്റോറിയലിൽ പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഈ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്താണ് എന്നൊക്കെ നോക്കാം. സോ അതിനായിട്ട് ഇൻട്രൊഡക്ഷനിൽ ദ സൻസദ് ഭവൻ ഓർ പാർലമെൻറ്റ് ഹൗസ് ഇസ് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ വിച്ച് കണ്ടെയ്ൻസ് ദി ലോക്സഭ ആൻഡ് ദി രാജ്യസഭ ഇൻ ന്യൂഡൽഹി. അപ്പം ന്യൂഡൽഹിയിലുള്ള ലോക്സഭയും രാജ്യസഭയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹൗസ് ഓഫ് പാർലമെൻറ്റ് ആണ് നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് അല്ലെങ്കിൽ സൻസദ് ഭവൻ എന്ന് പറയുന്നത്. It was designed by the British architects Sir Edwin Lutyens and Sir Herbert Baker in 1912-1913. So 1912-13 സമയങ്ങളിൽ ബ്രിട്ടീഷ് ആർക്കിടെക്ട്സ് ആയിട്ടുള്ള സർ എഡ്വിൻ ല്യൂട്ടൻസും അതേപോലെ സർ ഹെർബർട്ട് ബേക്കറുമാണ് നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദ ഷേപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് സർക്കുലർ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ ചൗസത്ത് യോഗിനി ടെമ്പിൾ. സോ ചൗസത്ത് യോഗിനി ടെമ്പിളുമായിട്ട് നമ്മുടെ ഈ ഒരു പാർലമെൻറ്റ് ഹൗസിന് റിസംബ്ലൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ രണ്ടുപേരുടെയും ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ആണ്. The shape of the building is based on Ashoka Chakra and the building is surrounded by large gardens and the perimeter is covered by sandstone railings. അതായത് നമ്മുടെ ഈ പറഞ്ഞ പാർലമെൻറ്റ് ഹൗസിന് വേറൊരു റിസംബ്ലൻസ് അവർ പറയുന്നത് അശോക ചക്രയായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റിനുമായിട്ട് ലാർജ് ഗാർഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈൻ അവർ ചെയ്തിരിക്കുന്നത് സാൻഡ്സ്റ്റോൺ റെയിലിങ്സ് കൊണ്ടാണ്. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊപ്പോസൽ ഫോർ എ ന്യൂ ബിൽഡിംഗ്. അപ്പോൾ പുതിയൊരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽ എന്താണെന്നാണ്. The Narendra Modi government has initiated a massive replan and redevelopment of New Delhi's iconic Central Vista. സോ ന്യൂഡൽഹിയുടെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒന്നാണ് ഈ സെൻട്രൽ വിസ്ത. സോ ഈ സെൻട്രൽ വിസ്തയുടെ മാസീവ് റീപ്ലാൻ ആൻഡ് അതേപോലെ റീഡെവലപ്മെൻറ്റിൻ്റെ ബേസിസിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. So എന്താണ് ഈ സെൻട്രൽ വിസ്ത? സെൻട്രൽ വിസ്ത മീൻസ് ദ സ്ട്രെച്ച് ഫ്രം ദി ഗേറ്റ്സ് ഓഫ് രാഷ്ട്രപതി ഭവൻ ടു ഇന്ത്യ ഗേറ്റ് ദാറ്റ് വാസ് ഡിസൈൻഡ് ബൈ എഡ്വിൻ ല്യൂട്ടേഴ്സ്. സോ ഈ സെൻട്രൽ വിസ്ത എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ആ ഒരു ലാൻഡിനെയാണ് സെൻട്രൽ വിസ്ത എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എഡ്വിൻ ല്യൂട്ടൻസ് ആണ്. Okay, the mega plan will explore options that include constructing a new parliament building close to the present one or modernizing the existing building to meet future needs, constructing a common central secretariat to accommodate most departments, and upgrading the central vista to make it a tourist attraction. So മൂന്ന് കാര്യങ്ങളാണ് ഇവർ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പാർലമെൻറ്റിനെ ഒന്നില്ലെങ്കിൽ അത് പുതുക്കി പണിയും, അല്ലെങ്കിൽ പുതിയൊരു പാർലമെൻറ്റ് പണിയും. ആ പണിയുന്ന പുതിയ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ടായിരിക്കും. പിന്നെ അവർ രണ്ടാമെന്ന് പറയുന്നത് ഒരു കോമൺ സെൻട്രൽ സെക്രട്ടേറിയറ്റ് പണിയും. ആ ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ അത്ര സ്പേഷ്യസ് ആയിട്ടായിരിക്കും ഈ സെക്രട്ടേറിയറ്റ് അവർ പണിയുന്നുണ്ടാവുക. പിന്നോട് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ വിസ്തേനെ അവർ അപ്ഗ്രേഡ് ചെയ്യും. സോ അങ്ങനെ അതിനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. A committee to suggest few alternatives to the current building has been set up by the ex-speaker Meera Kumar. സോ ഈ കറണ്ട് ബിൽഡിങ്ങിന് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരണം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ്. സോ ആ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എക്സ് സ്പീക്കറായ മീര കുമാറിൻ്റെ സജഷൻ പ്രകാരമാണ്. The present building suffers from inadequacy of space to house members and their staff and also structural issues. അതായത് ഇപ്പോഴത്തെ കറണ്ട് ബിൽഡിങ്ങിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കറണ്ട് ബിൽഡിങ്ങിന് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ തക്കവണ്ണ രീതിയിലുള്ള സ്പേസ് ഇല്ല. അതേപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് കുറേ നാളുകളായി പണിത ഒന്നാണ്. സോ അതിന് കുറേ സ്ട്രക്ചറൽ ഇഷ്യൂസും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. The building also needs to be protected because of its heritage tag. ഇത്ര നാൾ നീണ്ടു നിന്ന ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെറിറ്റേജ് ടാഗ് എന്ന് പറയുന്നത് അത്ര നല്ലോണം തന്നെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. സോ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ബിൽഡിങ്ങിന് ഒന്നില്ലെങ്കിൽ അവരൊരു മോഡിഫിക്കേഷൻ പറയുന്നത്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് വേറെ ഒരെണ്ണം പണിയണമെന്നവർ പറയുന്നത്. On August 5th, 2019, Lok Sabha Speaker Om Birla announced that the Parliament will be holding its sessions in a new building in 2022 when country would be celebrating its 75th Independence Day. So August 5th, 2019 ലോക് സഭ സ്പീക്കറായ ഓം ബിർല അനൗൺസ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. അതായത് പാർലമെൻറ്റ് 2022 മുതൽ അതിൻ്റെ എല്ലാ സെഷൻസും ഹോൾഡ് ചെയ്യുന്നത് പുതിയൊരു ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരിക്കും. ആൻഡ് 2022 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ 75th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ്. Lok Sabha may need to have 848 members by 2026. New complex will be able to accommodate 900 Lok Sabha members and 1350 members in total. അതായത്
2026 കൊണ്ട് ലോക്സഭയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 848 ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് കണക്കിലെടുത്തിട്ട് തന്നെ ഇപ്പോൾ പണിയാൻ പോകുന്ന പുതിയ ബിൽഡിങ്ങിന് 900 ലോക്സഭാ മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പണിയുന്നത്. ആൻഡ് ഇൻ ടോട്ടൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 1350 ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ ബിൽഡിംഗ് പണിയുന്നത്. According to Bimal Patel, the architect of Central Vista, the new complex is likely to have a triangular shape. So Bimal Patel ആണ് ഈ പുതിയ സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ പണിയാൻ പോകുന്ന പുതിയ ബിൽഡിങ്ങിന് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. North and South blocks will be converted into museums, and relocation of PMO and ministers and redesign of Rajpath will take place. അതായത് നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്സിനെ ഇനി മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ PMO മീൻസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. സോ ആ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും അതേപോലെ ബാക്കിയുള്ള എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസും റീലൊക്കേറ്റ് ചെയ്യും. അതേ സമയത്ത് തന്നെ രാജ്പത്തിൻ്റെ റീഡിസൈനും നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെൻട്രൽ വിസ്ത പ്രോജക്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്കിനി നമ്മുടെ എഡിറ്റോറിയലിലോട്ട് പോവാം. മോണിമെൻ്റൽ ഹറി ഓൺ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. സോ ഇതാണ് നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്. There might be a case to redevelop Central Vista, but it must not be done in haste. So haste എന്ന് വെച്ചാൽ തിടുക്കപ്പെട്ട് അല്ലെങ്കിൽ ധൃതിയിൽ എന്നാണ് അർത്ഥം. അതായത് ഈ സെൻട്രൽ വിസ്ത എന്ന് പറയുന്നതിനെ റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ റീഡെവലപ്പ് ചെയ്യുന്നത് ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അത് ഒരിക്കലും ഇത്ര ധൃതി പിടിച്ചോ അല്ലെങ്കിൽ ഇത്ര തിടുക്കത്തിലാവരുത്. The Narendra Modi government is so possessed by its plan to redevelop the Central Vista, the 3-kilometer long stretch from Rashtrapati Bhavan to India Gate, that even a devastating pandemic is no distraction from it. So, അതിനകത്ത് possessed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ urgently desires to do or have something, അതായത് പെട്ടെന്ന് എന്തെങ്കിലും കൈവശമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത, അതിനെയാണ് ഈ പൊസസ്ഡ് എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു മീനിങ് ആണ് അതിന്. ആൻഡ് അതേപോലെ തന്നെ ഇതിനകത്ത് സെൻട്രൽ വിസ്ത എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു 3 കിലോമീറ്റർ ലോങ്, അത്രയും നീളം സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈ സെൻട്രൽ വിസ്ത. സോ സെൻട്രൽ വിസ്തയെ റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഏരിയയുടെ റീഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ന് പറയുന്നത് വളരെ പൊസസ്ഡ് ആണെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു COVID-19 പോലുള്ള പാൻഡമിക് സമയത്ത് പോലും ആ ഒരു റീഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ മാറ്റി വയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭയങ്കര പൊസസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിലെന്ന് പറയുന്നത്. In fact, amid the nation's chaotic battle against COVID-19, the center has been rushing ahead, ignoring pleas to pause it for further deliberations. അതായത് ഇതിനകത്ത് chaotic means in a state of complete confusion and disorder. അതായത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, പൂർണ്ണമായിട്ടും ഒരു തകർന്നു പോയൊരവസ്ഥ, താറുമാറായൊരവസ്ഥ, അതിനാണ് ഈ chaotic എന്ന് പറയുന്നത്. then അതേപോലെ rushing എന്ന് പറഞ്ഞാൽ to move or do very quickly, അതായത് തിരക്ക് കൂട്ടി ചെയ്യുക, ധൃതി പിടിച്ച് ചെയ്യുക, അതിനാണ് ഈ റഷിംഗ് എന്നവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഡെലിബറേഷൻസ് മീൻസ് ലോങ് ആൻഡ് കെയർഫുൾ കൺസിഡറേഷൻ ഓർ ഡിസ്കഷൻ, അതായത് ആലോചിച്ചും കണ്ടും കുറച്ച് നേരം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് ഈ ഡെലിബറേഷൻസ് എന്നവർ പറയുന്നത്. അതായത് ഈ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയാണ്, COVID-19 ഈ ഒരു സമയത്ത്, അതായത് ഇത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു സെൻട്രൽ വിസ്ത പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളെയും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ പിന്നീട് ആലോചിച്ചും കണ്ടും ചെയ്യാം എന്നൊരു രീതിയിലല്ല അവർ കണക്കാക്കുന്നത്. കാരണം അതിൻ്റെ പേരിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ തൽക്കാലം നിർത്തി വയ്ക്കുക, എന്നിട്ട് പിന്നീട് നമുക്കത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്നൊരു അപേക്ഷ കൊടുത്തപ്പോൾ പോലും അതിനെയൊന്നും പരിഗണിക്കാണ്ട് അവർ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഇത്ര പ്രശ്നങ്ങൾക്കിടയിൽ പോലും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. The plan is also to construct a new parliament building by March 2022 and a common central secretariat by March 2024, along with new residencies for the Prime Minister and the Vice President near South and North blocks, which will be repurposed as museums. അതായത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് മാർച്ച് 2022 കൊണ്ട് ഒരു പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് പണിയാനും അതേപോലെ തന്നെ മാർച്ച് 2024 കൊണ്ട് ഒരു പുതിയ കോമൺ സെൻട്രൽ സെക്രട്ടേറിയറ്റ് പണിയാനുമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി മാർച്ച് 2024 അവർ പ്രൈം മിനിസ്റ്റർ ആൻഡ് വൈസ് പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള പുതിയ റെസിഡൻസീസ് പണിയാനും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ റെസിഡൻസീസ് എന്ന് പറയുന്നത് നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്സിൻ്റെ അടുത്തായിട്ടായിരിക്കും. ഈ നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്സ് എന്ന് പറയുന്നത് പിന്നീട് അത് മ്യൂസിയംസ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. There will be a new building for the PMO. PMO വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. സോ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബിൽഡിംഗ് തന്നെ ഉണ്ടായിരിക്കും. A draft master plan by a private firm contracted by the government has proposed a triangular shaped parliament building next to the existing heritage structure and office buildings along the Rajpath after demolishing existing buildings.
അതായത് ഈ ഒരു പ്രൈവറ്റ് ഫേമാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രൈവറ്റ് ഫേം ഗവൺമെൻറ് ആയിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ കോൺട്രാക്ട് പ്രകാരം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പാർലമെൻറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് പാർലമെൻറ്റ് പണിയാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ രാജ്പഥിൻ്റെ ഉടനീളമായിട്ട് കുറേ ഓഫീസുകൾ പണിയാൻ വേണ്ടിയിട്ടും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പണിയാൻ പോകുന്ന എല്ലാ ബിൽഡിങ്സും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബിൽഡിങ്സിനെ പൊളിച്ചു മാറ്റിയിട്ടായിരിക്കും ഇനി പുതിയ ബിൽഡിങ്സ് എല്ലാം പണിയുന്നത്. Till date, the government has not publicly stated the project's estimated cost. അതായത് ഗവൺമെൻറ് ഇതുവരെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല. The construction of the new parliament building, according to the CPWD application for environmental clearance for the project on March 12, is estimated to cost 922 crore. And CPWD means Central Public Works Department. അതായത് ഈ ഒരു പുതിയ പാർലമെൻറ്റ് ബിൽഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എൻവയൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ₹922 crore ആണ്. അതായത് 922 കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. The center has given a range of reasons behind the redevelopment plan, from the structural safety of the parliament building and the north and south blocks, which came up between 1911 and 1931, and once delimitation is done and the number of seats increased to the need for more space to seat MPs and office space for all of them. അതായത് ഈ റീഡെവലപ്മെൻറ്റ് പ്ലാൻ ബേസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ബിൽഡിങ്സിനെല്ലാം സ്ട്രക്ചറൽ സേഫ്റ്റി, അതായത് പാർലമെൻറ്റും അതേപോലെ നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്സിൻ്റെ സ്ട്രക്ചറൽ സേഫ്റ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഈ ബിൽഡിങ്സ് എല്ലാം 1911-31 കാലഘട്ടങ്ങളിലാണ് പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവയ്ക്കെല്ലാം സ്ട്രക്ചറൽ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവ ഒന്നില്ലെങ്കിൽ പുതുക്കി പണിയണം അല്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് പണിയണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ ഒന്നെന്ന് പറയുന്നത് ഈ ബിൽഡിങ്സിനെല്ലാം സ്പേസ് കൺസിഡർ ചെയ്തിട്ടാണ് രണ്ടാമത്തെ കാരണം. അതായത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഈ പറഞ്ഞ എല്ലാ ബിൽഡിങ്സിനും ഇല്ലാത്തത് കൊണ്ടാണ് പുതിയതൊന്ന് പണിയണം അല്ലെങ്കിൽ അവയ്ക്കെല്ലാം ഇത്ര ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഗവൺമെൻറ് ഈ ഒരു റീഡെവലപ്മെൻറ്റ് പ്ലാനിന് വേണ്ടിയിട്ട് പറയുന്ന കാരണങ്ങൾ. ദെൻ for the post-independence buildings such as Shastri Bhavan and Krishi Bhavan, it has cited the need for modern workspaces. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിരിക്കുന്ന പല ബിൽഡിങ്സ്, അതായത് ശാസ്ത്രി ഭവനും കൃഷി ഭവനും ഒക്കെ മോഡേൺ വർക്ക് സ്പേസസിൻ്റെ ആവശ്യകത ഉണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. The decision on redevelopment was taken in a hurry and without advocate consultation. So അതിനകത്ത് advocate means വേണ്ടത്ര എന്നാണ് അർത്ഥം. അതായത് റീഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു തീരുമാനം എടുത്തത്. അതായത് വേണ്ടത്ര കൺസൾട്ടേഷൻസോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താണ്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഈ റീഡെവലപ്മെൻറ്റിൻ്റെ കാര്യം. The utility of such a massive redevelopment is not easily defensible, but the Modi government is evidently eager to recondition the capital's landscape as its monumental legacy. അതായത് ഈ മാസീവ് റീഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ആശയം എന്ന് പറയുന്നത് നമുക്ക് തടുത്തു നിർത്താൻ പറ്റുന്ന, പ്രതിരോധിച്ച് നിർത്താൻ പറ്റുന്ന ഒന്നല്ല. കാരണം അതിനകത്ത് പറയുന്ന റീസൺസ് എന്നെല്ലാം ജെന്യുവൻ ആയിട്ടുള്ളതാണ്. അതായത് സ്പേസിൻ്റെ പ്രശ്നം, വേണ്ടത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതേപോലെ ഈ സ്ട്രക്ചറൽ സേഫ്റ്റി, ഇത്ര നാൾ നീണ്ടു നിൽക്കുന്ന ബിൽഡിങ്സ് ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ സേഫ്റ്റി, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ റീഡെവലപ്മെൻറ്റ് ആവശ്യപ്പെടുന്നത്. സോ അത് ജെന്യുവൻ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് ഈ ഒരു ക്യാപിറ്റൽ ലാൻഡ്സ്കേപ്പ്, അതായത് സെൻട്രൽ വിസ്ത എന്ന് പറയുന്ന സ്ഥലത്തിനെ ഒരു മോണുമെൻ്റൽ ലെഗസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് ഒരുപാട് തിടുക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഈ മോണുമെൻ്റൽ ലെഗസി മീൻസ് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു മോണുമെൻറ്റ്. ഇവിടെ മോണുമെൻ്റ് എന്ന് പറയുന്നത് സെൻട്രൽ വിസ്തയെ കുറിച്ചാണ്. ദെൻ the opposition, environmentalists, architects and citizens have raised a range of concerns even before the pandemic brought in additional issues. അതായത് ഈ COVID-19 പാൻഡമിക് വരുന്നതിന് മുന്നേ തന്നെ ഇത്രയും ആളുകൾ, അതായത് ഓപ്പോസിഷൻ പാർട്ടീസ് ആണെങ്കിലും എൻവയൺമെൻറ്റലിസ്റ്റ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും സിറ്റിസൺസ് ആണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൺസേൺ അവർ മുന്നേ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. But far from pausing, several key approvals for the proposed parliament building have been pushed during the lockdown, leading to allegations of a lack of transparency. അതായത് ഈ പാർലമെൻറ്റ് ബിൽഡിംഗ് റിലേറ്റ് ചെയ്തുകൊണ്ട് പല കീ അപ്രൂവൽസും ഈ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് സാങ്ഷൻ ആവുന്നത്. സോ അതൊക്കെ ശരിയായ രീതിയിലാണോ അതോ എന്തെങ്കിലും തെറ്റായ വഴി ഉപയോഗിച്ചുകൊണ്ടാണോ ഇതൊക്കെ സാങ്ഷൻ ആയിരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള പല ആരോപണങ്ങളും ഇതിൻ്റെ ബേസിസിൽ വന്നിട്ടുണ്ട്. Independent expert members of the Central Vista Committee could not attend the meeting where it was passed without much discussion as per the minutes of meeting. അതായത് ഈ സെൻട്രൽ വിസ്ത കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടിയിട്ടാണ് ഈ അപ്രൂവൽസ് എല്ലാം പാസ്സാക്കുന്നത്. സോ ആ ഒരു അപ്രൂവൽ പാസ്സാവുന്ന സമയത്ത് ഈ കമ്മിറ്റിയുടെ കീ മെമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് മെമ്പേഴ്സ് ആരും തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല.
The process for change of land use by the Delhi Development Authority was completed just before the lockdown began on March 25th. So, ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 25th സോ മാർച്ച് 25th തൊട്ട് മുമ്പായിട്ടാണ് ഈ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയ്യേണ്ട പല പ്രോസസ്സുകളും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ. Activists and architects have questioned the lack of studies to ascertain the need for the project and its impact on the environment, traffic and pollution. അതായത് ആക്ടിവിസ്റ്റ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ഒരേപോലെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിലൊന്നെന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യകത, അതേപോലെ ഈ ഒരു പ്രൊജക്റ്റ് കാരണം ഉണ്ടാകുന്ന എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ ട്രാഫിക്, പൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം വേണ്ട രീതിയിൽ പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇത് വേണമെന്ന് ഉറപ്പാക്കിയിട്ടാണോ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളാണ് ആക്ടിവിസ്റ്റ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ഉന്നയിച്ചിരിക്കുന്നത്. There were enough reasons to be circumspect about this grand idea from the very beginning. So circumspect എന്ന് വെച്ച് കഴിഞ്ഞാൽ cautious and careful not to take risk, അതായത് ശ്രദ്ധാലു ആവുക. അതായത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് ആദ്യം മുതൽക്കേ തന്നെ നമ്മൾ ശ്രദ്ധാലു ആവണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ തക്കണം ഒരുപാട് കാരണങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലുണ്ട്. In the situation created by the pandemic, it must be deferred and the idea revisited later. അതായത് ഈ COVID-19 പാൻഡമിക് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രോജക്റ്റ് തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ട് പിന്നീട് പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ആകുമ്പോൾ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്ത് ഇതിനെക്കുറിച്ച് വീണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു എഡിറ്റോറിയൽ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസ് എന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കാം. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഈ ചാനലിൽ എപ്പോൾ വീഡിയോസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു.